ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ബാക്കിയുള്ള ചോറ് ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്, റൈസ് ബോൾ. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടി 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പൊ അതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. ഒത്തിരി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്കതൊരു മിക്സി ബൗളിലോട്ട് മാറ്റാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. ഇത് പുഴുങ്ങിയ പൊട്ടറ്റോ ഒന്നും അല്ല, വേവിക്കാത്ത പൊട്ടറ്റോയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അപ്പൊ ഞാനിവിടെ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലയും പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി. പിന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം എന്നൊന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ കൈ കൊണ്ട് കുറച്ച് മാവെടുത്ത് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്താലും മതി. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചോറൊക്കെ ചേർത്ത കാരണം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഈ സ്നാക്ക് ഇരിക്കുക. ഇത് പിന്നെ ഒട്ടും എണ്ണ കുടിക്കില്ല. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനൊരു ചെറിയ അളവിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിനടുത്ത് കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്നും ലഭിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്